ഈ തിരുവോണം ക്ലബ്ബ് തുറക്കാനുള്ള താക്കോലുമായിട്ട് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പുറപ്പെട്ട് എവിടെ എത്തിയോ എന്തോ. നമുക്കൊന്ന് ഉറക്കെ വിളിച്ചു നോക്കിയാൽ ഈ ക്ലബിന്റെ ആൾക്കാർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർ കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മലയാളികളുടെ സ്വന്തം വിജയ് യേശുദാസ്, അതോടൊപ്പം രാകേഷ് ബ്രഹ്മാനന്ദൻ. ഒരാൾ മിസ്സിംഗ് ആണ്, രഞ്ജിനി ജോസ്. രഞ്ജിനി യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഗതം വിജയ് യേശുദാസ്, രാകേഷ് ബ്രഹ്മാനന്ദൻ. ക്ലബിന്റെ താക്കോലുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കാനിരിക്കുകയായിരുന്നു. ക്ലബിന്റെ താക്കോലില്ല, ആക്ച്വലി ആർക്ക് വേണമെങ്കിലും കയറാം. ഓപ്പൺ ക്ലബ്ബാണ്, ഓണം ടൈമിന് മാത്രം. പിന്നെ ആ ക്ലബ്ബ് അടച്ചു പൂട്ടും. അപ്പൊ ഓണം ക്ലബ്ബ് തുറന്നിട്ട് 10 ദിവസമായി. 10 ദിവസമായി. അത്തം 10-ന് നമ്മൾ തിരുവോണം ആഘോഷിക്കുമ്പോഴേക്കും 10 ദിവസമായി. അങ്ങനെ ക്ലബ്ബ് 10 ദിവസമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. ഇപ്പൊ ക്ലബ്ബ് ഞാൻ എന്തായാലും പ്രേക്ഷകരെ ഒന്ന് നമ്മുടെ റിപ്പോർട്ടറിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് മാത്രമല്ല, വിജയ് യേശുദാസിനെ നിങ്ങൾ വിളിക്കുന്ന ബിജു എന്നല്ലേ? വിജു. കൂട്ടുകാരെല്ലാരും അങ്ങനെയാണ് വിളിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ വിജയ് യേശുദാസ് തന്നെ വിളിക്കാം. വിജയ് തിരിച്ചെന്തെങ്കിലും പേരുണ്ടോ? വിജയ് ചേട്ടൻ അത് പ്രായം ഒരുപാടാണെന്ന് വിചാരിക്കില്ലേ ആൾക്കാർ? എല്ലാവർക്കും അറിയാം, ഏകദേശം അറിയാം. ഇവന് ഭയങ്കര പ്രായം കുറവാ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, കൊച്ചു പയ്യനാണ്. പിന്നെ നരയൊക്കെ ചെറുതായിട്ട് അത് ഇതായിരിക്കല്ലേ, മേക്കപ്പിൽ ചെയ്ത ശ്രീബാല നരയാക്കിയതാണ്. എനിക്ക് കോംപ്ലക്സ് അടിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാട്ടിന് നല്ല റെസ്പോൺസസ് വരുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമായിരുന്നു ആളുകളുടെ കമന്റുകളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് വേറൊരു ഫീൽ ആണെന്നുള്ള കമന്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫീൽ മാറ്റി പിടിച്ചതാണോ ഇപ്പോഴത്തെ ഒരു കാലത്തിനനുസരിച്ച്? സത്യത്തില് അങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞ 10 ദിവസമായി ഈ ക്ലബ്ബ് തുറന്നിട്ട് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു 10 ദിവസം പോലും ഇല്ല ഈ പാട്ട് ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. രാകേഷിന്റെ മ്യൂസിക്കിലാണ് ഇത് തുടങ്ങിയതും. സഡൻ ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. രജീഷ് എപ്പോഴാണ് ഇത് എഴുതിയത്? അതവിടെ ചോദിച്ചോ. രജീഷ് പാലവിളി എഴുതണമല്ലോ. തീർച്ചയായിട്ടും രജീഷ് വളരെ ഭംഗിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോട്ട് ഉണ്ടാവുന്നത് ഞങ്ങൾ മൂന്നുപേരുടെ ഒരു അടുപ്പത്തിലാണ്. അല്ല, ഈ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒരു ആശയം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുമെന്ന് പറയും, അതുപോലെ വരി ആശയം ഞങ്ങളുടെ സൗഹൃദം തന്നെ. ഞാനും വിജയും രഞ്ജനിയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു എന്താ പറയാ, അതെന്തോ പക്ഷെ എന്തോയിൽ നിന്നാണ് ഇയാള് സഡൻ ആയിട്ട് ഒരു പ്ലാൻ. അപ്പോൾ ഒരു സൈഡിൽ വേറൊരു പാരലായിട്ട് നടന്നൊരു സംഭവം വെച്ചാൽ നമ്മുടെ സമം സിംഗേഴ്സ് അസോസിയേഷൻ ഞങ്ങളൊരു ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മളിങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓണത്തിന് ആർക്കെങ്കിലുമൊക്കെ പാട്ട് ഇറക്കണമെങ്കിൽ നമ്മൾ സമം കൂടി ചേർന്നോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറക്കാം എന്നുള്ളൊരു ഇത് വന്നിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇയാളുടെ മനസ്സിൽ ഇതുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ ഇറങ്ങുന്നതിന് 10 ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഇങ്ങനെ ഇടുന്നത് ഞാനിങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ എന്നെയും രഞ്ജിനിയും മാറി തനിച്ച് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നീ ഒന്ന് കേട്ട് നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്ത് നോക്കാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അതുപോലെ രഞ്ജിനിയെ വിളിച്ച് പറഞ്ഞു. രണ്ടുപേർക്കും പാട്ട് അയച്ചു വന്നു. ഞങ്ങൾ കേട്ടപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് സംഭവിച്ചതെന്ന് വെച്ചാൽ 12-ാം തീയതി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഇയാൾ ഒരു മെസ്സേജ് ഇടുക, ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങനെയല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു ബ്രീഫായിട്ട് പറയുന്നില്ല, പക്ഷേ എന്ന് വെച്ചാൽ കുറച്ച് തമാശയാണത്. ഞങ്ങൾ മൂന്നുപേര് മാത്രമുള്ള ഗ്രൂപ്പിൽ ഞങ്ങൾ മൂന്നുപേര് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിന് പേര് പറയാനും കൊള്ളൂല. ഇങ്ങനെയാണ് രഞ്ജനിക്ക്, ഇങ്ങനെയാണ് അണ്ണൻ. അതിൽ ബാക്കി പിന്നെ രഞ്ജനിയും അത് പറയുന്നില്ല, അതിപ്പോ മാറി. പക്ഷെ ഇപ്പൊ ഇപ്പൊ അത് പേര് മാറി. ഞാനും രഞ്ജനിയും തീരുമാനിച്ചു ഈ ഒരു 10 ദിവസത്തിന് ഞങ്ങൾ തീരുമാനിച്ചു ആ പേര് പുറത്തൊന്നും ആക്കില്ല, പക്ഷെ പേര് മാറ്റി. ഞങ്ങള് പേര് അങ്ങോട്ടാക്കി. അണ്ണന്റെ എന്റെ പേര് മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷെ ഈ 10 ദിവസത്തിന് ഞങ്ങൾ കുറച്ചുകൂടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞ ഒരു കുറേ ദിവസം ഇങ്ങനെ തിരിച്ച് ചെന്നൈ വിട്ടില്ല. എന്താണ് ഫുൾ ഇതിന്റെ പണിയും ഞാനും അതിന്റെ പുറകിലായിരുന്നു. കുറേയൊക്കെ ഞാൻ ഒരു ദിവസം മാത്രം കൂലി കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഞാൻ ചെന്നൈ പോയിട്ട് തിരിച്ച് പിന്നെയും വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലാണ്ട്. പക്ഷേ ഈ പാട്ടിന് വേണ്ടി അപ്പോൾ 12-ാം തീയതി രാവിലെ മെസ്സേജ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഹായ് ഗൈസ്, ഐ തിങ്ക് രഞ്ജിനി ആൻഡ് വിജയ് ആർ ഫ്രീ ഫോർ റെക്കോർഡിംഗ് ടുമോറോ. ഐ എം സ്റ്റാർട്ടിംഗ് ബൈ ട്രെയിൻ ടുഡേ, സോ സീ യു ടുമോറോ, വി വിൽ റെക്കോർഡ്, ലെറ്റ്സ് റോക്ക് എന്ന് അങ്ങനെ എന്തോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അല്ല നമ്മൾ മൂന്നിന് മാത്രമുള്ള ഗ്രൂപ്പിൽ ഈ ഹായ് ഗൈസ്
ഈ രഞ്ജിനി ആൻഡ് വിജയ് ആർ ഫ്രീ ടുമോറോ എന്ന് വെച്ചാൽ ആരെ അഡ്രസ് ചെയ്യുന്ന ആരോടായി പറയുന്നത് ആരോടായി പറയുന്നത്? ഞങ്ങളുടെ തന്നെ പറയുന്നത്. പക്ഷെ ഇങ്ങനെയാണ് തേർഡ് പാർട്ടിയിലാണ് ഞങ്ങൾ അഡ്രസ് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയ സംഭവം. അത് പ്രൊഫഷണലിസം. അതായിരിക്കും Music director. താങ്ക് യു. നിങ്ങളെങ്കിലും മനസ്സിലാക്കി. ഞാൻ അതൊക്കെ എത്ര മനസ്സിലാക്കും. കാലമായിട്ട് ഇവർക്ക് പറഞ്ഞുകൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല. അച്ഛന്റെ മകനാണ്, നമ്മൾ അത് അംഗീകരിക്കണം. അത് ശരിയാ. താങ്ക് യു. ഓണത്തിന് സന്തോഷമായില്ലേ? താങ്ക് യു.